നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓരോ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ IPL പവർ റാങ്കിങ് പുതുക്കി അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ടീമുകളും 5 റൗണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞല്ലോ. ശരിയാണ്, മിക്ക ടീമുകളും 6 റൗണ്ടായി കഴിഞ്ഞു. 2 ടീമുകൾ മാത്രമേ ഇപ്പോൾ 5 കളികളുമായിട്ട് നിൽക്കുന്നതായിട്ടുള്ളൂ. അതൊന്ന് DCയും ഒന്ന് PBKSുമാണ്. സംഗതി എന്തായാലും നമ്മുടെ പവർ റാങ്കിങ്ങുകൾ അവതരിപ്പിക്കാറുള്ളത് എല്ലാ ടീമുകളും ഒരു റൗണ്ട് പൂർത്തിയാക്കുമ്പോഴാണ്. ഇപ്പോൾ ഇന്നലെ DC കളിച്ചതോടുകൂടിയാണ് അവർ 5 മത്സരങ്ങൾ പൂർത്തിയാവുന്നത്. അപ്പോൾ 5 മത്സരങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ പവർ റാങ്കിങ്, അതായത് എപ്പിസോഡ് 6, മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പവർ റാങ്കിങ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ റൗണ്ടിന് ശേഷവും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3-4 വർഷമായിട്ട് IPL ഘട്ടത്തിൽ നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ പോയിൻ്റ് പട്ടികയല്ല പവർ റാങ്കിങ്. പവർ റാങ്കിങ്ങിൽ നമ്മൾ കിരീട സാധ്യതയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കളി ഒരു ടീം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോയിൻ്റ് ലഭിക്കുകയും അവർ പോയിൻ്റ് പട്ടിക മുന്നോട്ട് പോവുകയും ചെയ്യും. അതേസമയം പവർ റാങ്കിങ്ങിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പവർ റാങ്കിങ്ങിൽ അവരുടെ സമീപകാല പ്രകടനവും അടുത്ത മത്സരങ്ങളിൽ അവരുടെ എതിരാളികളും ഇനി എത്ര സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പവർ റാങ്കിങ്ങിൽ സ്ഥാനം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഇനി ഈ തവണത്തെ പവർ റാങ്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒന്ന് നിലവിലെ പോയിൻ്റ് പട്ടിക പരിശോധിക്കുകയാണ്. പോയിൻ്റ് പട്ടികയിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്തുള്ളത് GT ആണ്, 2-ാം സ്ഥാനത്ത് DC, 3-ാം സ്ഥാനത്ത് RCB, 4-ാം സ്ഥാനത്ത് LSG, 5 KKR, 6 PBKS, 7 MI, 8 RR, 9 SRH, 10 CSK. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യ 4 സ്ഥാനത്തുള്ളവർക്കൊക്കെ 8 വീതം പോയിൻറ്റുകളാണ്. പിന്നത്തെ 2 സ്ഥാനക്കാർക്ക് 6 പോയിൻറ്റും അതിനുശേഷമുള്ള അടുത്ത 3 സ്ഥാനക്കാർക്ക് 4 വീതം പോയിൻറ്റുകളും, ഏറ്റവും ഒടുവിൽ 10-ാം സ്ഥാനത്ത് നിൽക്കുന്ന CSKക്ക് മാത്രമാണ് ഒറ്റ ഒരു വിജയം 2 പോയിൻ്റായിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ടീമുകളും ഒരു കളിയെങ്കിലും തോറ്റിട്ടുണ്ട്. ഇന്നലെ DC തോറ്റതോടുകൂടിയാണ് അവരൊരു കളി തോൽക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ പോയിൻ്റ് പട്ടികയിലെ സാഹചര്യങ്ങൾ. നമ്മൾ ഏതായാലും പവർ റാങ്കിങ്ങിലേക്ക് അടക്കുകയാണ്. പവർ റാങ്കിങ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഏറ്റവും അവസാന സ്ഥാനത്ത് കൊടുക്കുന്ന ടീമിന് നമ്മൾ കുറഞ്ഞ കിരീട സാധ്യത കാണുന്നു എന്നർത്ഥം. അപ്പോൾ അതിന് മുകളിലേക്ക് പോകും തോറും കിരീട സാധ്യത കൂടുതലാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. 10-ാം സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിൽ ഇപ്പോൾ 10-ാം സ്ഥാനത്ത് CSK ആണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും CSK 10-ാം സ്ഥാനത്തായിരുന്നു. അതിന് മുമ്പത്തെ 2 പവർ റാങ്കിങ്ങുകളിൽ നമ്മൾ CSKയെ 9-ാം സ്ഥാനത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനും മുമ്പത്തെ പവർ റാങ്കിൽ നമ്മൾ 8-ാം സ്ഥാനത്താണ് CSKയെ കൊടുത്തിരുന്നത്. അപ്പോൾ CSK ഇങ്ങനെ താഴേക്ക് പോയി ഇപ്പോൾ 10-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. CSK അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 കളികൾ ഇതിനു മുമ്പ് അവർ തുടർച്ചയായിട്ട് പൊട്ടിയിട്ടില്ല. ഇത്തവണ അതും സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ കളിയിലൊക്കെ അവർ തോറ്റ രീതി വളരെ നിരാശയുണ്ടാക്കുന്നതാണ്. 20 ഓവർ കളിച്ചിട്ട് ആകെ 103 റൺസാണ് അവർക്ക് അടിക്കാൻ കഴിഞ്ഞത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. KKR അവരെ വാരി വലിച്ച് അലക്കി ഒട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. CSK സംബന്ധിച്ചിടത്തോളം ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ പരിക്ക് അവർക്കൊരു തിരിച്ചടി തന്നെയാണ്. അവരുടെ ബാറ്റിങ്ങിലെ ബാലൻസ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടൊരു സ്ഥിതിവിശേഷമാണ്. ഒരു കംപ്ലീറ്റ് റീസെറ്റിംഗ് നടത്തിയില്ലെങ്കിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതൊക്കെ പരിഗണിച്ചാണ് നമ്മൾ അവരെ 10-ാം സ്ഥാനത്ത് ഇപ്പോൾ പ്രതിഷ്ഠിക്കുന്നത്. പവർ റാങ്കിൽ 9-ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 7-ാം സ്ഥാനത്തായിരുന്നു. അതിന് മുമ്പത്തെ പവർ റാങ്കിങ്ങിൽ അവർ ഈ പറഞ്ഞ പോലെ 6-ാം സ്ഥാനത്തായിരുന്നു. അവർ താഴേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ അവർ 9-ാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ നിലവിൽ അവരുടെ കഴിഞ്ഞ കളിയിലെ പ്രകടനമൊക്കെ നോക്കുക. RCB അവരെ എങ്ങനെയാണ് തോൽപ്പിച്ചു വിട്ടത്. 9 വിക്കറ്റിനൊക്കെ തോൽക്കുക എന്ന് പറയുമ്പോൾ ആ ടീമിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ RRനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ട് തിരിച്ചെത്തിയ ആദ്യ മത്സരം അവർ നന്നായിട്ട് വിജയിച്ചിരുന്നു. അപ്പോൾ എല്ലാം ക്ലിക്കാവുന്നു എന്നൊരു ഫീൽ അപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള 2 കളികളിൽ വമ്പൻ തോൽവികളാണ്. 58 റൺസിൻ്റെ തോൽവി, 9 വിക്കറ്റിൻ്റെ തോൽവി. ടീം കോമ്പിനേഷൻ വേണ്ട വിധത്തിൽ വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോവുക എന്നുള്ളത് ദുഷ്കരമായിരിക്കും എന്ന ഒരു നിരീക്ഷണത്തിന്മേലാണ് നമ്മളവർക്ക് 9-ാം സ്ഥാനം കൊടുക്കുന്നത്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 8-ാം സ്ഥാനത്താണ് MI. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും MI 8-ാം സ്ഥാനത്തായിരുന്നു. ഈ പവർ റാങ്കിങ്ങിലും അവർ 8-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ശരിയാണ്, അവർ കഴിഞ്ഞ കളി വിജയിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അത് DC സ്വയം കുഴി കുഴിച്ച് വീണ പോലെ ആയിപ്പോയി. തുടരാൻ 3 റണ്ണൗട്ടുകളൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യപൂർവമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും മുംബൈ ഇന്ത്യൻസിൻ്റെ പോരാട്ടവീര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കളി കൈവിട്ടു പോയി എന്ന തരത്തിൽ തോന്നിയ ഘട്ടത്തിൽ നിന്നാണ് അവരുടെ തിരിച്ചുവരവ്. എന്തായാലും
കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും ഇത്തവണ അവർക്ക് കിരീടത്തിലേക്ക് പോകണമെങ്കിൽ എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മയുടെ ഫോം ഒരു പ്രശ്നമാണ്. അദ്ദേഹം ഫോമിലേക്ക് എത്തിയേ പറ്റൂ, എങ്കിൽ മാത്രമേ അവർക്കൊരു കിടിലൻ തുടക്കം മത്സരങ്ങളിൽ ലഭിക്കുകയുള്ളൂ. എന്തായാലും നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ 8ാം സ്ഥാനത്ത് വരുമ്പോൾ പവർ റാങ്കിൽ 7ാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് മറ്റാരുമല്ല, SRH ആണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ SRH ഉണ്ടായിരുന്നു 9ാം സ്ഥാനത്താണെന്ന് നോക്കുക. സോ SRH നില മെച്ചപ്പെടുത്തി എന്നർത്ഥം. കഴിഞ്ഞ കളിയിൽ അവർ വമ്പൻ പ്രകടനം തന്നെ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. 200 റൺസിന് മുകളിലൊക്കെ ചേസ് ചെയ്തെടുക്കുന്നു. 246 എന്ന വിജയലക്ഷ്യം അത് അവർ കുതിച്ചെത്തി. 9 പന്തുകൾ ശേഷിക്കെ നേടുന്നു. അതിൻ്റെ പുറകിലെ കാരണം മറ്റൊന്നുമല്ല, അഭിഷേക് ശർമ്മയുടെ ഫോം, അതുപോലെ ട്രാവിസ് ഫ്രെഡ് നന്നായിട്ട് കളിച്ചു. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. അവരുടെ ടീം CSKയുടെ ടീം പോലെയല്ല. അപ്പോൾ CSK തകർന്നു, SRH തകരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റില്ല. CSKയുടെ ബാറ്റിംഗ് ലൈനപ്പാണോ SRHൻ്റെ ബാറ്റിംഗ് ലൈനപ്പ്? ഫോം എന്ന് പറയുന്നത് ടെമ്പററി ആണ്, ക്ലാസ് പെർമനൻ്റ് ആണെന്ന് പറയുന്ന പോലെ ഇപ്പോൾ കുറച്ച് കളികളിൽ ഫോം ഔട്ട് ആയെങ്കിൽ പോലും അവർക്ക് ശക്തമായിട്ട് തിരികെ വരാൻ പറ്റും. അതിനുള്ള ടീം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നമ്മൾ കൂടുതൽ പ്രതീക്ഷ ഇപ്പോൾ വെക്കുന്നതും. SRH നമ്മുടെ പവർ റാങ്കിൽ 7ാം സ്ഥാനത്ത്. പുതിയ പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്ത് വരുന്നത് KKR ആണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും KKR 6ാം സ്ഥാനത്തായിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. KKR ഇപ്പോൾ എന്തായാലും മികവിലേക്ക് തിരികെ എത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളി അവർ CSKയെ തകർത്തങ്ങ് തരിപ്പണമാക്കി. അതിന് മുമ്പത്തെ കളി അവർ തോറ്റിരുന്നു LSGയോട്. പക്ഷേ ഇവിടെ ഇപ്പോൾ CSKയെ പോലൊരു ടീം നമുക്കറിയാം നിലവിലാകെ തകർത്തരിപ്പണമായി നിൽക്കുന്ന ടീമാണ്. അവർക്ക് മേൽ എങ്ങനെ ആധിപത്യം പുലർത്തണമോ അത് കൃത്യമായി പുലർത്തിക്കൊണ്ടാണ് KKR വിജയിക്കുന്നത്. അവരുടെ ചേരുവകളൊക്കെ വർക്കൗട്ട് ആവുമെന്ന തോന്നലുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തവണ പ്രതീക്ഷയുണ്ട്. പവർ റാങ്കിങ്ങിൽ അവർ 6ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്താണ് LSG. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും LSG നമ്മൾ 5ാം സ്ഥാനത്താണ് കൊടുത്തിരുന്നത്. ഇത്തവണയും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. LSG എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി പോകുന്ന ടീമാണ്. ഇന്നിപ്പോൾ CSKക്കെതിരെ എന്ത് പ്രകടനം പുറത്തെടുക്കും എന്നുള്ളത് കണ്ടറിയണം. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ അവർ നല്ല രൂപത്തിൽ വിജയിച്ചിട്ടുണ്ട്. GTക്കെതിരെ 3 വിക്കറ്റിൻ്റെ വിജയം, KKRനെതിരെ 4 റൺസിൻ്റെ വിജയം, അതിനു മുമ്പ് മുംബൈ ഇന്ത്യൻസിനെതിരെ 12 റൺസിൻ്റെ വിജയം. അങ്ങനെ തുടരൻ വിജയങ്ങളിലേക്ക് അവർ കടന്നു പോയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവർ അലട്ടുന്ന ഒരു കാര്യം 27 കോടിയുടെ മുതൽ ഋഷഭ് പന്ത് ഇതുവരെ ഫോമിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ നിക്കോളാസ് പൂറൻ്റെയും ഏഡൻ മർക്കഡമിൻ്റെയും മിച്ചൽ മാർഷിൻ്റെയും ഒക്കെ ഫോം അവർക്ക് വലിയ രൂപത്തിൽ തുണയാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും LSGക്ക് വരും മത്സരങ്ങളിലൂടെ കൂടി അവരുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ 5ാം സ്ഥാനത്താണ് അവരുള്ളത്. 4ാം സ്ഥാനത്താണ് PBKS. കഴിഞ്ഞ പവർ റാങ്കിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന PBKS ആണ് എന്ന് ഓർക്കുക. അവർ 5 കളികളെ കളിച്ചുള്ളൂ, അതുകൂടി കാണണം. ബാക്കി ടീമുകൾ മിക്കതും 6 കളികൾ കളിച്ചു കഴിഞ്ഞു. 5 കളികൾ PBKS കളിച്ചുള്ളൂ. അതിൽ 3 വിജയിച്ചിട്ടുണ്ട്. 6 പോയിൻ്റാണ് നിലവിൽ അവർക്കുള്ളത്. ഏറ്റവും ഒടുവിലത്തെ കളി നമുക്കറിയാം, അത് വലിയ രൂപത്തിൽ SRH ആഞ്ഞടിച്ച് വിജയിച്ച് കയറിയ ഒരു കളിയാണ്. അത് PBKS പൊട്ടി, ശരിയാണ്. പക്ഷേ അതിന് മുമ്പത്തെ കളിയിൽ അവർ CSKയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ PBKSനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി വലിയ പ്രതീക്ഷകൾ വെക്കാവുന്ന തരത്തിലേക്ക് ഇത്തവണ മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എസ്പെഷ്യലി അവരുടെ നായകൻ ശ്രേയസ് അയ്യരുടെ ഒരു മികവ്, പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും ചേർന്ന് കൊടുക്കുന്ന തുടക്കം, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ PBKS ഇപ്പോൾ ഒരല്പം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും പ്രതീക്ഷ കൈവിടേണ്ടതില്ല. ടോപ്പ് 4 തന്നെ നമ്മുടെ പവർ റാങ്കിൽ അവർ വരുന്നു. 4ാം സ്ഥാനത്താണ് ഇപ്പോൾ PBKS ഉള്ളത്. 3ാം സ്ഥാനത്താണ് GT വരുന്നത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് 3ാം സ്ഥാനം തന്നെയായിരുന്നു. അതവർ നിലനിർത്തുകയാണ്. GTയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സായി സുദർശൻ്റെ ഒരു ബാറ്റിങ്ങിലെ ഫോം, ശുഭ്മൻ ഗില്ലിൻ്റെ ബാറ്റിങ്ങിലെ ഫോം, അതൊക്കെ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ കളിയിൽ അവർ LSGയോട് തോൽക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതൊക്കെ എന്തായാലും GTയുടെ കാര്യത്തിൽ അവരുടെ ആരാധകർക്ക് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത് എന്നത് പറയാതിരിക്കാൻ വയ്യ. സായി സുദർശനും ജോസ് ബട്ട്ലറും ശുഭ്മൻ ഗില്ലും ഒക്കെ ചേരുമ്പോൾ മികച്ച ബാറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ കളിയിൽ ബട്ട്ലർ അത്ര ഫോമായിട്ടില്ല എന്നുള്ളതും മറക്കുന്നില്ല. അതുപോലെ അവരുടെ ബൗളിംഗ്, ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ സിറാജ് എക്സ്പെൻസീവായി പോയി, എന്നാൽ പോലും പ്രസിദ്ധ് കൃഷ്ണ അദ്ദേഹത്തിൻ്റെ മികവ് തുടരുകയും ചെയ്യുന്നുണ്ട്. 3ാം സ്ഥാനത്ത് തന്നെ GT നിൽക്കുന്നു. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്താണ് RCB. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന RCB ഇത്തവണത്തെ പവർ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തേക്ക് വരികയാണ്. RCBയെ സംബന്ധിച്ചിടത്തോളം അവർ ഹോം ഗ്രൗണ്ടിൽ തോൽക്കുന്നു, അതെന്ത് മറിമായെന്നറിയില്ല. പക്ഷേ എവേ ഗ്രൗണ്ടിൽ അവർ പൊളിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കളി നോക്കുക, ഫിൽ സാൾട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സ്റ്റാർട്ടുണ്ട്. കിങ് കോഹ്ലി ഒപ്പം കൂടി നിൽക്കുന്ന ഒരു
ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള ഒരു ഇന്നിങ്സ് ഉണ്ട്. ദേവദത്ത് പടിക്കലും അതുപോലെ രജത് പട്ടിദാറും ഒക്കെ ചേരുമ്പോൾ അവർക്ക് കരുത്ത് കൂടുതൽ വർദ്ധിക്കുകയാണ്. ഏതായാലും 9 വിക്കറ്റിൻ്റെ വിജയം RRന് മേലെ നേടിയിട്ടുള്ളത് ഒരു കൃത്യമായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത്തവണ ചിലതൊക്കെ തീരുമാനിച്ചുറച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് RCB ഉറപ്പിക്കുന്നു. 1-ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത നമ്മൾ കാണുന്നത് DC-ക്കാണ്. ശരിയാ, DC ഇപ്പോൾ കഴിഞ്ഞ കളി MIയോട് തോറ്റു. അത് ഒരു റയർ സംഭവമല്ലേ? തുടർച്ചയായി 3 റണ്ണൗട്ടുകൾ ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും സംഭവിക്കുന്നതാണോ? എന്തായാലും ഇപ്പോൾ DC-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികവുണ്ട്. അത് അവർക്ക് തുടരാൻ പറ്റും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. എസ്പെഷ്യലി അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൻ്റെ സ്ട്രെങ്ത്തൊക്കെ ഒന്ന് നോക്കണം. ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക് കഴിഞ്ഞ കളി ഡക്കാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മികവ് എല്ലാവർക്കും അറിയാം. ഫഫ് ഡു പ്ലസി പരിക്ക് കാരണം കളിച്ചിട്ടില്ല, അദ്ദേഹം മടങ്ങി വരുമ്പോൾ ശക്തി വർദ്ധിക്കുകയുള്ളൂ. പിന്നെ കരുൺ നായരുടെ അഡീഷൻ നോക്കുക, എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. KL രാഹുൽ കഴിഞ്ഞ കളി മോശമായിട്ട് നോക്കണ്ട, അദ്ദേഹം ഇന്നും ഫോമിലാണ്. പിന്നെ നായകൻ അക്സർ പട്ടേൽ കാര്യങ്ങൾ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നു. ട്രിസ്റ്റൻ സ്റ്റെപ്സ്, അശുതോഷ് ശർമ്മ. സോ അത് തന്നെയാണ് അവരുടെ ശക്തി. ആ ശക്തിക്കൊപ്പം തന്നെ മികച്ച ബൗളർമാരുമുണ്ട് എന്നുള്ളത് കൂടി നോക്കുമ്പോൾ അവർക്ക് വലിയ സാധ്യതകൾ ഇത്തവണ കിരീടത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ DC-യാണ് ഒന്നാമത്. നമ്മുടെ പവർ റാങ്കിങ് ഒന്നുകൂടി വളരെ വേഗത്തിൽ പറയുകയാണ്. 1 DC, 2 RCB, 3 GT, 4 PBKS, 5 LSG, 6 KKR, 7 SRH, 8 MI, 9 RR, 10 CSK. നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവെത്താം.